ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓൾറെഡി ഹൃദ്രോഗം വന്നവർ. ഹൃദ്രോഗികൾ എന്ന് പറഞ്ഞാൽ 3-4 തരം ഹൃദ്രോഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നാം സംസാരിച്ചു വരുന്ന ഹൃദയത്തിലെ ബ്ലോക്കുകളാണ്. ഹാർട്ട് അറ്റാക്ക് വരുന്ന രോഗത്തെയാണ് നാം കൂടുതലായും ഹൃദ്രോഗം എന്ന് വിളിക്കാറുള്ളത്. ഹൃദ്രോഗം വന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഹാർട്ട് അറ്റാക്ക് വന്നവരാവാം, ആൻജിയോപ്ലാസ്റ്റി സ്റ്റെൻഡ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞവരാവാം, ബൈപ്പാസ് സർജറി കഴിഞ്ഞവരാവാം. അതല്ലെങ്കിൽ വളരെ ഹൈ റിസ്ക്, അതായത് ഷുഗർ, പ്രഷർ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പിന്നെ സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ അവർക്ക് ബ്ലോക്ക് ഉണ്ടാവും. ട്രെഡ്മിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവായി കാണാം, പക്ഷെ അവർക്ക് കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ഹൃദ്രോഗികളാണ്. അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പലപ്പോഴും ഈ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ബൈപ്പാസ് കഴിഞ്ഞ് പോകുമ്പോൾ രോഗികളുടെ ഭയങ്കരമായ കുറേ സംശയങ്ങളുണ്ടാവും. ഡോക്ടറെ നടക്കാൻ പറ്റുമോ, ജോലി ചെയ്യാൻ പറ്റുമോ, ഭക്ഷണം കഴിക്കാൻ പറ്റുമോ, എന്തൊക്കെയാണ് ഇനി മുതൽ അങ്ങോട്ട് ചെയ്യേണ്ടത്. ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് രോഗികളും രോഗികളെ നോക്കുന്ന രോഗികളുടെ കൂടെയുള്ള ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ മക്കൾ, അവർക്കാണ് കൂടുതൽ ഇതിനെപ്പറ്റി അറിയേണ്ടത്. പലപ്പോഴും കാണാം ഈ രോഗികൾ വന്ന് കംപ്ലയിൻ്റ് ചെയ്യും. അതായത് അയ്യോ ഡോക്ടറെ ഇവർ വീട്ടിൽ നിന്ന് ഒന്നും തരുന്നില്ല, ഭക്ഷണമേ തരുന്നില്ല എനിക്ക്, അല്ലെങ്കിൽ എന്നെ അങ്ങോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല, വീട്ടിൽ തന്നെ ഒറ്റ കിടത്താണെന്നതിന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അല്ല വേണ്ടത്. ഇത് രോഗികൾ, നമ്മൾ എന്തിനാണ് ഈ ബൈപ്പാസ് സർജറി ചെയ്യുന്നത് അഥവാ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ലൈഫ് സ്റ്റൈൽ, ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. കൂടുതൽ ഇന്നത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. നടക്കാത്ത ഒരാൾ നടത്തിക്കാൻ വേണ്ടി, പിന്നെ അവർ കൂടുതൽ എക്സസൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ പിന്നെ ജോലിയിൽ അവർ കൂടുതൽ ആരോഗ്യവാനായി ഇരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടുവരുന്നത് തിരിച്ചാണ്. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് വീട്ടുകാർ പറയും ഒന്നും ചെയ്യാൻ പാടില്ല, അവിടെ കിടക്കണമെന്ന്. അത് ശരിയല്ല. കൂടുതൽ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ട് അവർ ക്രമേണ 1-2 മാസം കൊണ്ട് കൂടുതൽ എക്സസൈസ് ചെയ്യാത്ത ആളാണെങ്കിൽ എക്സസൈസ് തുടങ്ങണം. ഓൾറെഡി ചെയ്യുന്ന ആളാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യണം. ജോലിയിൽ പോകുന്ന ആളാണെങ്കിൽ അത് വളരെ കൂടുതൽ സമയം ജോലി ചെയ്യാനും കൂടുതൽ വർക്ക് ചെയ്യാനും അവർക്ക് പറ്റണം. അതേസമയത്ത് ഭക്ഷണ രീതിയിലൊക്കെ ശ്രദ്ധിക്കാത്ത ആളാണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കണം. ചില ആൾക്കാരുണ്ട് ഭക്ഷണമേ കൊടുക്കില്ല. ഭാര്യമാർ പറയും അയ്യോ അത് കഴിക്കാൻ പറ്റില്ല, ഇത് കഴിക്കാൻ പറ്റില്ല, ഒന്നും കൊടുക്കില്ല അവർക്ക്. അത് വളരെ മോശമാണ്. അവർക്ക് വളരെ ആരോഗ്യപരമായ എല്ലാ ഫുഡും നല്ല രീതിയിൽ അവർക്ക് കൊടുക്കാം. പ്രത്യേകിച്ചിട്ട് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീൻ, ഫിഷ്, അതുപോലെ തന്നെ ചിക്കൻ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കൂടുതൽ നല്ല ആഹാരങ്ങൾ അവർക്ക് കൊടുക്കാൻ വേണ്ടത്, തിരിച്ചല്ല വേണ്ടത്. കാരണം ഇതൊക്കെ പെട്ടെന്ന് റിക്കവറിയൊക്കെ ചെയ്യണമെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണം. അതുപോലെ തന്നെ മുട്ട, പാൽ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ വേഗത്തിൽ ഇവർക്ക് റിക്കവറി ആവാനും നോർമൽ ലൈഫിലോട്ട് വരാനും പറ്റും. പിന്നെ എക്സസൈസ് എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാർക്കും ഒരുപോലെ എക്സസൈസ് ചെയ്യാൻ പറ്റില്ല ഹാർട്ടിൻ്റെ. അതിനാണ് ഞങ്ങൾ സാധാരണഗതിയിൽ ഒരു സിംറ്റം ലിമിറ്റഡ് എക്സസൈസ് എന്ന് പറയും, ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറയും. അതായത് 1-2 മാസം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ കൊണ്ട് നമ്മൾ ട്രെഡ്മിൽ ചെയ്യിപ്പിക്കും. ആ സമയത്ത് വല്ല ECG ചേഞ്ചസ് ഉണ്ടോ, വല്ല ചെസ്റ്റ് പെയിൻ വരുന്നുണ്ടോ, ബ്രീത്തിങ് ഡിസ്കംഫർട്ട് വരുന്നുണ്ടോ നോക്കി അവർക്ക് ഞങ്ങൾ അഡ്വൈസ് ചെയ്യും. നിങ്ങൾക്ക് ചില ആൾക്കാരോട് എല്ലാ എക്സസൈസും ചെയ്തോളാൻ പറയും, നോർമൽ ലൈഫ് റുട്ടീനായി കൊണ്ടുപോകാൻ പറയും. ചില ആൾക്കാർക്ക്, വളരെ ഹാർട്ട് വീക്കായ ആൾക്കാർക്ക് ഇതുപോലെ കൂടുതൽ അധ്വാനിക്കുന്ന ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് കൂടുതൽ ജോലി ചെയ്യാൻ പാടില്ല, അഥവാ കൂടുതൽ എക്സസൈസ് ചെയ്യാൻ പാടില്ല എന്ന് ഞങ്ങൾ പറയും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മെഡിസിൻ കറക്റ്റായി കഴിക്കുക എന്നുള്ളതാണ്. മെഡിസിനിൽ യാതൊരു വിധത്തിലും അശ്രദ്ധ പാലിക്കാൻ പാടില്ല. വളരെ കൃത്യമായിട്ട് അത് പറയുന്ന സമയത്ത് തന്നെ കഴിച്ചിരിക്കണം. റെഗുലറായി ഡോക്ടർ ചെക്കപ്പ് ചെയ്തിരിക്കണം. അത് 1-2 വർഷം കഴിഞ്ഞാൽ ആൾക്കാർ പേഷ്യൻ്റ് ഡോക്ടറെ മറന്നു പോകും. പിന്നെ ക്രമേണ മെഡിസിനും മറന്നു പോകും. ഇത് രണ്ടും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ജീവിത രീതിയിൽ ഡോക്ടറുടെ അഡ്വൈസിനനുസരിച്ച് ജീവിത രീതി മാറ്റം വരുത്തണം. ഭക്ഷണം ഒരു കാര്യവശാലും കുറക്കാൻ പാടില്ല. സാധാരണ നോർമലായിട്ടുള്ള ആവശ്യമുള്ള ഭക്ഷണങ്ങളൊക്കെ റെസ്ട്രിക്ഷൻ ഇട്ടുകൊണ്ട് തന്നെ കഴിക്കണം. പിന്നെ അവസാനമായി ഈ രോഗികൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ റിസ്ക് ഫാക്ടേഴ്സ് അതിനെ വളരെ സീരിയസ് ആയിട്ട് അവർ കൺട്രോൾ ചെയ്യണം. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, അതുപോലെ തന്നെ അമിതവണ്ണം, ഒബീസിറ്റി, ഇതൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്യണം. ഇങ്ങനെയാണെങ്കിൽ അവർക്ക് അടുത്ത ഒരു 10, 20, 30 വർഷത്തേക്ക് ഒരു രോഗി ആവാണ്ട് ജീവിക്കാൻ പറ്റും. ഇതാണ് എൻ്റെ ഒരു ചെറിയൊരു മെസ്സേജ്. താങ്ക് യു വെരി മച്ച്.